ഹായ്, ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ ബട്ടർ നാൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇന്നിവിടെ ഈസ്റ്റ് ചേർക്കാതെ നാൻ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: മൈദ 2 കപ്പ്, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, തൈര് 1/4 കപ്പ്, വെള്ളം കുഴയ്ക്കാൻ ആവശ്യത്തിന്, എണ്ണ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എള്ള് 2 ടീസ്പൂൺ, ബട്ടർ 2 ടേബിൾ സ്പൂൺ, മല്ലിയില 1 ടേബിൾ സ്പൂൺ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ മൈദയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർക്കണമെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി 1 കപ്പ് മൈദയും ചേർക്കാം. പക്ഷേ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ മൈദ മാത്രം യൂസ് ചെയ്യുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പുളി കുറവുള്ള തൈരാണ് നല്ലത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. മൈദ ആയതുകൊണ്ട് കയ്യിലൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിക്കും. നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനൊരു 5 മിനിറ്റ് കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് മൂടിയിട്ട് 1 മണിക്കൂർ വയ്ക്കാം. 1 മണിക്കൂർ കൂടുതൽ വയ്ക്കണ്ട. കറക്റ്റ് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നാൻ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് നന്നായി കുഴയ്ക്കുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മൈദ ആയതുകൊണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനും പാടായിരിക്കും. നമുക്ക് കുറച്ച് മാവ് ഇങ്ങനെ വിതറിയിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഉരുളകളാക്കി എടുക്കാനും എളുപ്പമായിരിക്കും. 1 ടേബിൾ സ്പൂൺ മാവ് വിതറിയിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതെല്ലാം മീഡിയം സൈസ് ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലവയിൽ കുറച്ച് മാവ് വിതറി കൊടുക്കുക. മാവ് കൂടിപ്പോവരുത്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ചപ്പാത്തി പോലെ നല്ല നേർമയായിട്ട് പരത്തരുത്. കുറച്ച് തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പൂരിക്ക് പരത്തില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ തിക്നെസ് വേണം. നാനിൻ്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പല്ല, കുറച്ച് ഓവൽ പോലെയാണ്. അപ്പം നമുക്ക് ഓവലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 സൈഡ് ഒന്ന് നീട്ടി കൊടുക്കാം. അപ്പോൾ ഓവലായിക്കോളും. ഇനി കുറച്ച് എള്ളിട്ട് കൊടുക്കാം. എള്ള് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എള്ള് ഇട്ട നാനായിരിക്കും കിട്ടുക. എള്ളിട്ടിട്ട് കൈകൊണ്ട് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അതിൽ ഒട്ടിയിരിക്കുള്ളൂ. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ എള്ളില്ലാത്ത ഭാഗത്ത് കുറച്ച് വെള്ളം തടവി കൊടുക്കാം. ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പം. വെള്ളം കൂടി പോകണ്ട, ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ ചൂടായിട്ട് വരുമ്പോൾ പരത്തി വെച്ച നാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. മീഡിയത്തിൽ വയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ആദ്യമേ ഹൈ ഫ്ലെയിമിലിട്ട് പുറമേ വേവില്ല. അപ്പം മീഡിയത്തിലിട്ട് വയ്ക്കുക. ഇപ്പം ഇതിൽ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങും. ഇപ്പം ഇത് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലപോലെ പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ഉടനെ തീ ഹൈ ഫ്ലെയിമിലാക്കുക. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഭാഗം പാനിലിട്ടിട്ടും അടുത്ത ഭാഗം തീയിൽ കാണിച്ചിട്ടുമാണ് വേവിച്ചെടുക്കുന്നത്. പക്ഷെ നമ്മൾ വിറകടുപ്പിലോ തന്തൂരിലോ ആണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ ഡയറക്റ്റ് ഫ്ലെയിമിൽ കാണിച്ച് ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ അതിനേക്കാളും നല്ലത്
നമ്മൾ പാനിൽ എണ്ണ തിരിച്ചിട്ടതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഹൈയിലാക്കി വെക്കുക. അപ്പം നല്ല ചൂട് കിട്ടും. തീയിൽ കാണിക്കുന്ന അതേ എഫക്റ്റ് തന്നെ കിട്ടും. തീ ഹൈയിലാക്കുക. എന്നിട്ട് ബ്രൗൺ സ്പോട്ട് വരുന്നവരെ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് നോക്കുക ബ്രൗൺ സ്പോട്ട് വന്നോന്ന്. ഒരു 30 സെക്കൻഡ് ഒക്കെ എടുക്കുള്ളൂ വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് വെന്തിട്ടുണ്ട്. തീ സിമ്മിലോട്ടാക്കുക. ഇപ്പം പ്ലെയിൻ നാൻ റെഡി ആയിട്ടുണ്ട്. ബട്ടർ നാൻ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടറിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ബട്ടർ ഉരുക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നാനിൽ തേച്ച് കൊടുക്കാം. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഇട്ടിട്ട് തേച്ച് കൊടുക്കുക. ഈ ബട്ടർ തേക്കുമ്പോൾ നാനിൻ്റെ ടേസ്റ്റും കൂടും, അത് നല്ല സോഫ്റ്റും ആവും. ഇപ്പോൾ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ ബട്ടറും തേച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ നാൻ റെഡി ആയിട്ടുണ്ട്. നാൻ ഇനി ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.